ഹായ് അസ്സാം വലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് ഒട്ടും കയ്പില്ലാത്ത രുചിയുള്ള നാരങ്ങാച്ചാർ തയ്യാറാക്കിയാലോ. ഇന്ന് നാരങ്ങാച്ചാർ തയ്യാറാക്കുന്നത് എൻ്റെ കുഞ്ഞുമാണ്. അടിപൊളി ടേസ്റ്റിലാണ് നാരങ്ങാച്ചാർ തയ്യാറാക്കുന്നത്. നമുക്ക് മാസങ്ങളോളം കേടാവാതെ സൂക്ഷിച്ചു വെക്കാനും പറ്റുന്ന രീതിയിലാണ് ഇന്ന് അച്ചാർ നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ കണ്ടാലോ. കഴുകിയെടുത്തിട്ടുള്ള നാരങ്ങ സ്റ്റീം ചെയ്യാനായിട്ട് വെക്കാം. അച്ചാറിലേക്ക് ആവശ്യമായിട്ടുള്ള കാന്താരി നമുക്ക് പറിച്ചെടുക്കാം. മുറ്റത്ത് നട്ടിട്ടുള്ള കാന്താരി ചെടിയിൽ നിന്ന്. അപ്പം അച്ചാറിലേക്ക് കുറച്ച് മതിയല്ലോ. ഇതിലേക്ക് കുറച്ച് കാന്താരി നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത്രയാണ് നമ്മൾ എടുത്തിട്ടുള്ള കാന്താരി. തൊട്ടപ്പുറത്ത് തന്നെ ഒരു പ്രത്യേകതരം നാരങ്ങ നിൽക്കുന്നതുകൊണ്ട് ഞാൻ എടുത്തതാണ് വീഡിയോ. ഇതുകൊണ്ട് ഇത് തീരെ ചെറുതാണ്. ഇത് നന്നായിട്ടൊക്കെ വലുതാവും ഈ നാരങ്ങയായി. ഇത് കറിനാരങ്ങയാണ്. നമ്മൾക്ക് അച്ചാറിനൊക്കെ ഉപയോഗിക്കുന്ന നാരങ്ങയാണ്. ഈ നാരങ്ങയ്ക്ക് മറ്റൊരു പേരും കൂടിയുണ്ട്, ഗണപതി നാരങ്ങ എന്നും പറയും. ഇനി നമുക്ക് അച്ചാറിലേക്കുള്ള വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചതച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ഫൈസിക്കുട്ടൻ്റെ കുറച്ച് പാട്ടൊക്കെ കേട്ടാലോ. ഒരു പാട്ട് കൂടെ അയ്യോ താത്ത പറ്റിട്ടേ. നീ ഒരു പാട്ട് കൂടി. അയ്യോ താത്ത പറ്റിട്ടേ. നീ ഒരു പാട്ട് കൂടി. ജോണി ജോണി ടോണി ടോണി ടെല്ലിംഗ് ലൈറ്റ്സ് മോ പാപ്പ. പിന്നെ ഓപ്പൺ യുവർ മൗത്ത്. അത്രേ ഉള്ളൂ. അയ്യോ എന്ത് പെട്ടെന്ന് തീർന്നു. ABCD അല്ലേ. 1 2 എന്നില്ലേ. 3 4 5 6 7 8 9 10. ഇനി നമുക്ക് അച്ചാറിട്ട് തുടങ്ങിയാലോ. സ്റ്റീം ചെയ്തെടുത്തിട്ടുള്ള നാരങ്ങ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക കോട്ടൺ തുണി കൊണ്ട്. എന്നിട്ട് വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കുഞ്ഞുമ്മ ഇതെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്തെടുക്കുകയാണ്. കുഞ്ഞുമ്മ അച്ചാറെല്ലാം തയ്യാറാക്കുന്നത് ചട്ടിയിലാണ്. അപ്പോൾ നമ്മുടെ നാരങ്ങ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. ചട്ടി ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അച്ചാറിലേക്ക് ആവശ്യത്തിനുള്ള നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലെണ്ണ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആദ്യം തന്നെ നമുക്ക് കാന്താരി മുളക് ചേർത്ത് കൊടുക്കാം. കാന്താരി മുളക് ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് എല്ലാം ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഉപ്പ്, കായപ്പൊടി, ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വിനീഗറും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്നുകൂടി മിക്സ് ചെയ്ത് തിളപ്പിക്കുക. ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നാരങ്ങ എല്ലാം ചേർത്ത് കൊടുക്കാം. നാരങ്ങ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു നാരങ്ങയുടെ നീരാണ്, അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ വെള്ളം വേറെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നാരങ്ങ എല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നാരങ്ങ ഇട്ടതിന് ശേഷം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നാരങ്ങ എല്ലാം നന്നായിട്ട് വെന്തിട്ടുള്ളത് കൊണ്ട് വീണ്ടും തിളപ്പിച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഗ്ലാസ് ജാറിലോ മറ്റ് കണ്ടെയ്നറിലോ സൂക്ഷിക്കാവുന്നതാണ് അച്ചാർ. പ്ലാസ്റ്റിക് കണ്ടെയ്നറിലൊന്നും അച്ചാർ സൂക്ഷിക്കാതിരിക്കുക. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കുഞ്ഞുമ്മ കഴുകി ഉണക്കി വെച്ചിരുന്ന പാത്രമാണ്. അത് പിന്നെ നമുക്ക് വെള്ളം ഒഴിച്ച് കഴുകാൻ പറ്റില്ലല്ലോ. അപ്പോൾ നാരങ്ങ അച്ചാർ കേടാകും. അതിലേക്ക് കുറച്ച് വിനീഗർ ഒഴിച്ചതിന് ശേഷം ഒരു പാത്രവും അതിൻ്റെ അടപ്പും കഴുകിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് അച്ചാർ കോരാവുന്നതാണ്.
അപ്പോൾ കേടാവാതെ നമുക്ക് സൂക്ഷിക്കാനും പറ്റും. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്